ഹലോ ഹായ്, ഞാൻ നസീറ. ഇന്നിപ്പം എൻ്റെ ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ത് വീഡിയോസുമായിട്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത്. അത് ഞാൻ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോ ആണ്. അതായത് ന്യൂഡ് മേക്കപ്പ്. എങ്ങനെ നമുക്ക് ന്യൂഡ് മേക്കപ്പ് ചെയ്യാം, എത്രമാത്രം പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ന്യൂഡ് മേക്കപ്പ് ചെയ്യാം, ന്യൂഡ് മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ട്രിക്സ് ആൻഡ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾ ഫുൾ വീഡിയോസും കാണണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷനിൽ നല്ല രീതിയിൽ വൃത്തിയാക്കുക, പൊടിയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ ലെൻസ് ഇങ്ങനെ എടുത്ത് നമ്മളെ കൃഷ്ണമണിയിൽ താഴോട്ട് നോക്കുക, നൈസിനെ കണ്ണടച്ച് ചുറ്റിക്കാം. എനിക്ക് വലിയ പ്രശ്നമില്ല ലെൻസ് വെക്കുമ്പം. ചില സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഒരു ചെറിയൊരു ഫോഗ് പോലെ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മാറും. അപ്പോൾ ലെൻസ് നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. അത് കൈ എപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം. എപ്പം നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം. അതായത് ഒരു ഡെഡ് സ്കിന്നും ഇല്ല, ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തു. എൻ്റെത് ഇപ്പോൾ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട്, ഈ ഒരു ടൈമിൽ എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നില്ല. ഞാൻ നേരെ പ്രൈമർ ഇടാൻ പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് PACയുടെ ട്രാൻസ്പെറൻറ്റ് പ്രൈമറാണ്. ഇത് അത്യാവശ്യം ഇപ്പോൾ എൻ്റെ ഒരു സ്കിന്നിന്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ സ്കിന്നിന് ഈ ഒരു പ്രൈമറാണ് സ്യൂട്ട് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രൈമർ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ നെക്കിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാൻ നെക്കിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കിന്നുമായിട്ട് അബ്സോർവ് ആവും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡെർമയുടെ DFD ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ ടോൺ ഇതാണ്. അപ്പം ഞാൻ ഇന്ന് ഐ മേക്കപ്പ് അല്ല ആദ്യമേ ചെയ്യുന്നത്, ഞാൻ ഫേസാണ് ആദ്യമേ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മെബലിനും യൂസ് ചെയ്തിട്ടുണ്ട്, ഡെർമയും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണിൻ്റെ പോർഷനും കുറച്ചധികം കവറേജ് കൊടുത്തേക്കാണ്. ഞാൻ എപ്പോഴും കണ്ണിൻ്റെ പോർഷൻ ചെയ്യാൻ നേരത്ത് ഞാൻ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ബ്ലെൻഡിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മേക്കപ്പിന് അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ, ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ബ്ലെൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. ബ്ലെൻഡിങ് നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബേസ് ഇടുമ്പം നമ്മളത് ഓരോ പോർഷനായിട്ട് ബേസ് ഇടാൻ നോക്കുക. ആദ്യം നമ്മൾ റൈറ്റ് സൈഡ് ഫുൾ കവർ ചെയ്തു, പിന്നെ ലെഫ്റ്റ് സൈഡ് ഫുൾ കവർ ചെയ്തു, പിന്നെ കഴുത്തും ചെവിയെല്ലാം നമ്മൾ ഒരുപോലെ തന്നെ ടോൺ ചെയ്ത് പോകണം. എവിടെയും ബേസ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മളുടെ ബേസ് ടോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൺ ആയിരിക്കണം. ഞാൻ ഫുള്ള് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കോണ്ടോറിങ് ആണ്. ന്യൂഡ് മേക്കപ്പിന് കോണ്ടോറിങ് മസ്റ്റ് അല്ല, എന്നാലും ചെറിയൊരു പോർഷൻ ഞാൻ കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡാർക്ക് കളേഴ്സ് കൊടുത്തല്ല കോണ്ടോർ ചെയ്യുന്നത്, ചെറുതായിട്ട് മാത്രമേ ഞാൻ കോണ്ടോർ ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ നോസിൻ്റെ ഈ ഒരു പോർഷനും കോണ്ടോർ ചെയ്യുന്നുണ്ട്, ചീക്സിൻ്റെ ഈ ഒരു പോർഷനും കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ പോർഷൻ. നോ മേക്കപ്പ് ലുക്കാണ് ന്യൂഡ് മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും വളരെ മിനിമലായിരിക്കണം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹൈലൈറ്റ് ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ബേസ് കഴിഞ്ഞു. എനിക്ക് കോമ്പാക്റ്റിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ലൂസ് പൗഡേഴ്സ് ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതും ലൂസ് പൗഡേഴ്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് B&Dയുടെ ഒരു ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മാത്രം മതിയാവും, എക്സസീവ് ആക്കി തട്ടുക. എന്നിട്ട് കണ്ണിൻ്റെ പോർഷനിൽ ഇനി ഞാൻ ഐബ്രോ ചെയ്യാൻ പോവുക. എനിക്ക് അത്യാവശ്യം നല്ല ഐബ്രോസ് ഉണ്ട്. ഞാനിപ്പോൾ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് ഒട്ടും ഷേപ്പിലല്ല ഐബ്രോസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാറ്റ് കളേഴ്സ് മാത്രം തിരഞ്ഞെടുക്കുക. ഒരുപാട് ഗ്ലിറ്റേഴ്സിൻ്റെതോ അതുപോലെ തന്നെ വലിച്ചു വാരിയോ ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തോ നമുക്ക് ഐ മേക്കപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ മിനിമൽ ക്വാണ്ടിറ്റിയിൽ ന്യൂഡ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ഐ മേക്കപ്പാണ് ന്യൂഡ് മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റ് മേക്കപ്പ് ചെയ്യുന്ന കണക്ക് ഒരുപാട് കണ്ണെഴുതാനും ലാഷ് ഫിക്സ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് മസ്കാര വെച്ചിട്ട് നമ്മൾ ലോവർ ലാഷും അപ്പർ ലാഷും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. ബ്ലഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നോസ് പോർഷനും ഏകദേശം ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐ മേക്കപ്പിന് മാച്ച് ചെയ്ത് നിൽക്കുന്ന ബ്ലഷ് ടോൺ വേണം നമ്മൾ ചെയ്യാൻ. ഇടുന്നതിന് മുന്നേ ലിപ്പ് നല്ല രീതിയിൽ ബേസ് ഇട്ട് കവർ ചെയ്യണം, എങ്കിൽ മാത്രമേ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ആദ്യം ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്യുക. ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതേ ലിപ്പ് പെൻസിൽ കൊണ്ട് നമ്മൾ ഫുൾ ലിപ്പും കവർ ചെയ്യുക. എപ്പോഴും ലിപ്പ് ലൈൻ ചെയ്യുമ്പം നമ്മളുടെ ഈ ഒരു പോർഷനിലും നമ്മൾ ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ലിപ്പ് ലൈനർ വെച്ച് ഫുൾ ഫില്ല് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. എത്ര നമ്മൾ ഫുഡ് കഴിച്ചാലും എത്ര ലിപ്സ്റ്റിക്ക് ഇട്ടാലും ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ പോലും ലിപ്പ് ലൈനർ വെച്ച് ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ലിപ്സ്റ്റിക്ക് എത്ര നേരം വേണമെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് നിൽക്കും. ഞാനിവിടെ നൈക്കയുടെ ജഡേ റോസ് എന്ന് പറഞ്ഞ റോസ് 11 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്കൊന്ന് ലിപ്പ് ലൈനറിൻ്റെ ആവശ്യം മാത്രമേ എനിക്ക് വരുന്നുള്ളൂ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴും ലിപ്പ് ലൈൻ ചെയ്യുമ്പോഴും നല്ലപോലെ ചുണ്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഇടുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ് ആയപ്പോഴാണ് നമ്മൾ ചെയ്ത ബ്ലഷ് കുറവായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ബ്ലഷ് ആഡ് ചെയ്യാം. മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഐ മേക്കപ്പും ബ്ലഷറും ലിപ്പും ഒരുപോലെ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു നാച്ചുറൽ ലുക്ക് വരുള്ളൂ. എപ്പോഴും ന്യൂഡ് മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഒരിക്കലും ഗ്ലിറ്റേഴ്സിൻ്റെയോ ഹൈലൈറ്ററിൻ്റെയോ ആവശ്യം വരുന്നില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട്, നെസ്ബ്രൈഡൽ എന്നുള്ളത്. അപ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.